കഴിഞ്ഞ വർക്ക്ഔട്ട് ആയാലല്ലേ അടുത്ത പ്രോജക്റ്റ് ഉള്ളൂ. എന്തായാലും ആസിഫ് അലിക്ക് അവാർഡ് ഉറപ്പാണ്. ഒരു രക്ഷയില്ല ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പടമാണ്. അപ്പൊ ആദ്യത്തെ പടത്തിന്റെ ആദ്യത്തെ ഷോ ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, കണ്ടവരൊക്കെ അധികവും ക്രൂ ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ഷോസിൽ ബാക്കിയുള്ളവര് പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു ഡിഫറെന്റ് ജോണറുള്ള പടമാണ്. മലയാളത്തിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ജോണറാണ് സ്ലോ ബേണർ എന്ന് പറയുന്ന ജോണർ. സ്ലോ ബേണർ സിനിമ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഐ ഹോപ്പ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നൊരു റിക്വസ്റ്റ് ഇവിടെ ഉണ്ട്. ഗംഭീര പടമാണ്, ഒരു രക്ഷയില്ല. ആസിഫലിയുടെ ആക്ടിങ് അത് പറയാതിരിക്കാൻ വയ്യ. ഗംഭീര പെർഫോമൻസ്. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് വന്നത്, പക്ഷെ ഞാനൊരു ഓഫ് ബീറ്റ് മൂഡ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഗംഭീര പടമായിരുന്നു, നല്ല രസമുണ്ട്. ഭയങ്കര ട്വിസ്റ്റ് ഉള്ള പടം. ഏതാ? എൻഗേജിങ്. അതെ, ഉറപ്പായിട്ടും. കാരണം ലാഗില്ല, ഒന്നുമില്ല. ഭയങ്കര രസമായിട്ട് നമ്മൾ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വേറൊരു തരത്തിൽ പടം ചെയ്തിരിക്കുന്നത് ഭയങ്കര ട്രൈ തന്നെയാണ്. നല്ല പടം. ലെവൽ ക്രോസ് എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രഞ്ച് സ്പാനിഷ് സിനിമ കണ്ടിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ലോ ഫേസിലെ ഡ്രാമ ത്രില്ലറാണ്. പക്ഷെ ഇതില് കൊടുത്തിരിക്കുന്ന 3 ക്യാരക്ടർ, അപ്പൊ ആസിഫ് ആണേലും ഷറഫുദ്ദീൻ ആണേലും അമലാപ്പ ആണേലും ഒരു രക്ഷയില്ല ചെയ്തിട്ടുണ്ട് 3 പേര്. ഈ ഷറഫുദ്ദീന്റെ കേസ് 5-ാം പാതിരയ്ക്ക് ശേഷം എനിക്കൊരു വെറൈറ്റി ഫീൽ ഈ പടത്തിൽ നിന്നുണ്ട്. അമലാപ്പോളുടെ സ്ക്രീൻ പ്രസൻസ് തന്നെ കണ്ടിരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഓഫ് കോഴ്സ് ആസിഫിനെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടേക്കുന്ന ആസിഫിക്ക് അല്ല ഈ പടത്തിൽ. ഇവിടെ നോട്ടം, സംസാരം, ചിരി, നടപ്പ്, വേ ഓഫ് ടോക്ക് എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് ഒരു കൈയടി കൊടുക്കേണ്ടത് ഡയറക്ടർക്ക് തന്നെയാണ്. ഓഫ്കോഴ്സ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ആ ജിത്തു ജോസഫിന്റെ ഒരു സ്വഭാവവും വേ ഓഫ് സ്റ്റൈലൊക്കെ പുള്ളിക്ക് ഓൾറെഡി കിട്ടുമല്ലോ. അതിൽ എടുത്തു പറയേണ്ടത് ഈ സസ്പെൻസിനൊക്കെ വരുമ്പോഴത്തേക്ക് ദൃശ്യത്തിലൊക്കെ നമ്മളിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കയറി വന്നിട്ടൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, അതൊക്കെ ഇതിൽ ഈ പടത്തിൽ നമുക്ക് വളരെ ഫീൽ ചെയ്തിട്ടുണ്ട്. റോഷാക്കിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വെറൈറ്റി ഐറ്റം മലയാളത്തിൽ കിട്ടിയേക്കുന്നത് ലെവൽ ക്രോസ് ആണ്. കാരണം മേക്കിംഗ് സ്റ്റൈല് ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ പടത്തില് യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഈ പടം ഇഷ്ടപ്പെടാൻ കാണാൻ. ഒരു സ്ലോ ഫേസ് ഡ്രാമ ത്രില്ലറാണ്. അപ്പോ ആ രീതി വെച്ച് നോക്കുമ്പോൾ ആസിഫിന്റെ കരിയറിലെ വൺ ഓഫ് ദ ടോട്ടൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പടമായിരിക്കും ലെവൽ ക്രോസ് എന്നുള്ളത്. ഓരോ കൊള്ളാം, കണ്ടിരിക്കാം. ഞാൻ ദുബായിൽ നിന്ന് ശരിക്കും സിനിമ ഇതിന് വേണ്ടി വന്നതാണ്. വീട്ടിൽ പോയിട്ടില്ല. ഇന്നലെ വന്നിട്ട് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ സ്റ്റേ ചെയ്ത് സിനിമയുടെ ബീനു ആണ് നമ്മളെ വീട് വരച്ചിട്ടാണ്. അപ്പൊ ദൃശ്യം ചെയ്ത UK ഞാനും അപ്പുറം ഒരു സിനിമ വന്നതാണ്. പടം സൂപ്പറാണ്. ഞാൻ ഫാമിലിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫാമിലിയൊക്കെ ദുബായിൽ പോയി കാണാൻ പോകുന്നുണ്ട് പടം. എന്തായാലും ആസിഫ് അലിക്ക് എന്തായാലും ഇതിൽ ആദ്യം ഇറങ്ങി വന്നത് ഞാനാണ്. ആദ്യം പറഞ്ഞത് ഞാൻ തോന്നുന്നു. ആസിഫ് അലിക്ക് ഇതിലെന്തായാലും അവാർഡ് ഉറപ്പാണ്. നായികയായാലും സൂപ്പറായിട്ടുണ്ട്. മൂന്ന് പേരും ഉഷാറായിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങളെല്ലാവരും ഈ പടം കാണണം എന്തായാലും. ഇത്ര പറയാണല്ലോ. അപ്പൊ ഞാൻ ദുബായിലേക്ക് ഇപ്പൊ എല്ലാവരും വിളിച്ചു കാണുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ടിക്ടോക്കിലൊക്കെ ഉണ്ടേ, അത് വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും കാണാൻ പറയുന്നുണ്ട്. ഉഷാറൊക്കെ എന്തായാലും.